പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം, അതിൻ്റെ അവസാന ഭാഗം. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. ഐ ദ ലോർഡ് വിൽ ഹേസ്റ്റൻ ഇറ്റ് ഇൻ ഇറ്റ്സ് ടൈം. ഈ വാക്യം ദൈവം നമുക്കൊരു വാഗ്ദത്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും എന്ന് ഒരു വാഗ്ദാനമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. നിങ്ങൾ ഏത് പ്രയാസത്തിലാകട്ടെ, ഏത് പ്രതികൂലങ്ങളിലാകട്ടെ, നിങ്ങൾ മറ്റുള്ളവരെ കണ്ടിട്ട് ദൈവമേ അവരുടെ ജീവിതത്തിലുള്ള നന്മകൾ എത്ര നല്ലതാണ് എന്ന് നമ്മൾ ചിന്തിക്കും. അവരുടെ നന്മകൾ ആസാഫ് സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ അവർ തടിച്ച് കൊഴുത്ത് വളർന്നു എന്ന് ആസാഫ് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ അവർക്ക് കിട്ടിയ നന്മകൾ എത്ര വലിയതാണ്. നിന്നെ വിളിക്കാതെ, നിന്നെ സേവിക്കാതെ, നിന്നെ അറിയാതെ അവർക്ക് ഇത്രയും നന്മകൾ കിട്ടുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ദൈവം നിങ്ങളോട് പറയുന്നത് ഒരു വാഗ്ദാനം ഇവിടെ ഉണ്ട്. ഞാൻ തക്ക സമയത്ത് റൈറ്റ് ടൈമിൽ ഞാൻ പ്രവർത്തിക്കുമെന്ന്. ഹി വിൽ നെവർ ലേറ്റ്. ദൈവം ഒരിക്കലും വൈകത്തില്ല. ദൈവം ഒരിക്കലും നേരത്തെയും തരത്തില്ല. കാരണം നേരത്തെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ അനുഗ്രഹത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാനോ അല്ലെങ്കിൽ ആ അനുഗ്രഹം എന്തുവാന്ന് തിരിച്ചറിയാൻ ചിലപ്പോൾ നമുക്ക് കഴിവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ദൈവം നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നത്. ഹീസ് പ്രിപ്പയറിങ് ഫോർ ദാറ്റ് ബ്ലെസ്സിങ്. ദൈവം നമുക്കിപ്പം തരാതിരിക്കുന്നത് ഒരിക്കലും തരത്തില്ല എന്നല്ല, തക്ക സമയമാകുമ്പോൾ ദൈവം നമുക്ക് തരും. ചിലപ്പം നമ്മൾ ചില വിഷയങ്ങൾക്ക് കുറേ വർഷങ്ങളായിട്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ചിലർക്ക് ഭവനം ഇല്ലാത്തതുകൊണ്ട് ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടായിരിക്കും, ഭവന പണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടായിരിക്കും, കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, വിവാഹ കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. ലോകക്കാർ പറയും സമയം വൈകി, ഇനി നടക്കത്തില്ല, ഒത്തിരി ലേറ്റായി. പക്ഷേ ഈ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് തക്ക സമയം. ഹി വിൽ ഹാസ്റ്റൻ ഇൻ ഇറ്റ്സ് ടൈം. ദൈവത്തിൻ്റെ തക്ക സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം എനിക്ക് വേണ്ടി നടത്തും, എന്നെ അനുഗ്രഹിക്കും, എൻ്റെ പ്രാർത്ഥനകളെ കേൾക്കും. ദൈവം നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും ഉപരി നമ്മളെ അനുഗ്രഹിക്കും. ഈ ലോകമുണ്ടാക്കിയ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ ഈ ലോകം തന്നെ കാണും. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ആ സമയത്തിൽ വിശ്വസിക്കുക. ദൈവം ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ.